ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രം ഇറാഹ്. സംവിധായകൻ സാം ഭട്ടാചാര്യ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഇറാഹ്. അതിൻ്റെ സംവിധായകൻ സാം ഭട്ടാചാര്യ. GI ടാഗ് ലഭിച്ച ഖത്തിയ ഗെഹു എന്ന ഗോതമ്പിനം ഏത് സംസ്ഥാനത്താണ്? UP. ദുരം ഗോതമ്പ് എന്നും അറിയപ്പെടുന്നു. GI ടാഗ് ലഭിച്ച ഖത്തിയ ഗെഹു എന്ന ഗോതമ്പിനം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ദുരം ഗോതമ്പ് എന്നും അറിയപ്പെടുന്നു. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേരാണ് മുഖി. മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലാണത്. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേരാണ് മുഖി. ലോകത്താദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം, അതായത് ഓം ശിവമന്ദിർ എന്നാണ് അറിയപ്പെടുന്നത്. അത് നിലവിൽ വന്നത് എവിടെയാണ്? പാലി, രാജസ്ഥാനിലുള്ള പാലിയിലാണ് ലോകത്താദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം ഓം ശിവമന്ദിർ നിലവിൽ വന്നത്. പാലി, രാജസ്ഥാൻ. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെ. IIT ബോംബെയിലാണ് ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത്. കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ പടുത്താബേട്ട് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഗുജറാത്തിലാണ് കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ പടുത്താബേട്ട് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക. ദേവികയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ.